ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 2026 നടന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ്. 20 ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോവാം. ചന്ദ്രൻ സോഫ്റ്റ് ലാൻഡിൽ നടത്തുന്ന ലോകത്തെ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പ്രസ്താവന തെറ്റാണ് കേട്ടോ. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സോഫ്റ്റ് ലാൻഡിൽ നടത്തുന്ന ലോകത്തെ 2ാമത്തെ രാജ്യമല്ല ഇന്ത്യ കേട്ടോ. ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ 2023 ഓഗസ്റ്റ് 23 6:04 PM ലാൻഡർ ചന്ദ്രനെ തൊട്ടത്. ശരിയായ പ്രസ്താവനയാണ്. ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. 23 എന്ന് ഓർത്താൽ മതി. ആഗസ്റ്റ് 23 എന്ന് ഓർത്താൽ മതി. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കിയ രാജ്യം ഇന്ത്യയാണ്. അത് ശരിയാണ്. ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറക്കുന്നത് ഇന്ത്യയാണ്. എസ് സോമനാഥാണ് ഇപ്പോഴത്തെ എന്നല്ല കേട്ടോ, അപ്പോഴത്തെ എന്നാണ് കേട്ടോ. ആയാണ് ഇവിടെ വരുന്നത്. അപ്പോഴത്തെ ISRO ചെയർമാൻ. അതപ്പോൾ ശരിയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രൊഫഷണൽ ആൻസറൊക്കെ അനുസരിച്ച് ഇത് ശരിയായിട്ടാണ്. അപ്പോൾ എസ് സോമനാഥൻ എന്ന് പറയുന്ന ആ ഒരു സമയത്തെ ISROയുടെ ചെയർമാനാണ്. ഇപ്പം നമുക്കറിയാം വി നാരായണൻ എന്നുള്ളതാണ് കേട്ടോ. വി നാരായണൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോഴത്തെ ചെയർമാൻ എന്നുള്ളതാണെങ്കിൽ പ്രസ്താവന ശരിയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ നോക്കുക. CV കുഞ്ഞിരാമൻ നായർ, KP കേശവൻ മേനോൻ, TK മാധവൻ തുടങ്ങിയ നേതാക്കളാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയിരുന്നു. അതും ശരിയാണ്. സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. അതും ശരിയാണ്. ഗാന്ധിജി ഈ സമരത്തെ ആധുനിക കാലത്തെ മാൽഫുദ എന്ന് വിശേഷിപ്പിച്ചു. തെറ്റായ പ്രസ്താവന. ഗാന്ധിജി ഏത് സംഭവത്തെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മാൽഫുദ എന്ന് വിശേഷിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു 1, 2, 3 എന്നുള്ള പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് നോക്കുക. CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, TK മാധവൻ. ഇന്ന് 3 പേരല്ല കേട്ടോ. ഒരാളും കൂടെ ഒന്ന് പേരൊന്ന് ഓർത്ത് വെക്കണം. കേളപ്പൻ. ആരാണ്? കേളപ്പനും എന്തിന് നേതൃത്വം നൽകിയ? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. അപ്പോൾ 4 പേരുടെ പേര് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. വൈക്കം സത്യാഗ്രഹവുമായിട്ട് CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, TK മാധവൻ, കേളപ്പൻ. ഈ 4 പേരും വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? 1924 മാർച്ച് 30 കേട്ടോ. മാർച്ച് 30. ഓക്കെ, 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യമായി ഗാന്ധിജി കേരള സന്ദർശനം നടത്തി. ഗാന്ധിജി 5 തവണ കേരള സന്ദർശനം നടത്തി. അതിൽ 1 തവണ എന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്നതായിരുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയത്. അപ്പോൾ സവർണ ജാഥ സംഘടിപ്പിച്ച ആരാണ്? മന്നത്ത് പത്മനാഭ. ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടത്. ആധുനിക കാലത്തെ മാൽഫുദ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. ഇതാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മാൽഫുദ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി ഈ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 3 യുവാക്കളാണ് കേട്ടോ. ആ യുവാക്കളുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കുഞ്ഞാപ്പി, അതുപോലെ തന്നെ ഗോവിന്ദപ്പണിക്കർ, ബാഹുലയൻ. അപ്പോൾ ഈ പേരൊന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് നോട്ട് ചെയ്തൊന്ന് ഓർത്ത് വെക്കുക. ബാഹുലയൻ, കുഞ്ഞാപ്പി, ഗോവിന്ദപ്പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. പിന്നെ മറ്റൊരു പോയിൻ്റാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് കേട്ടോ. വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കരാണ്. ഇതും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഈ EV രാമസ്വാമി നായ്ക്കരുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ കേട്ടോ. EV രാമസ്വാമി നായ്ക്കരാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? പെരിയോർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ് കേട്ടോ. നമ്മുടെ പോയിൻ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3 എന്നുള്ള പ്രസ്താവനകളാണ് ശരി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന.
ദർപ്പണം, കേരളപഞ്ചിക, മലയാളി എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം. ശരിയായ പ്രസ്താവനയായിട്ട് സ്വദേശി രാമകൃഷ്ണപിള്ള സ്ഥാപിച്ച പത്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പത്രാധിപരായിട്ടിരുന്ന പത്രങ്ങളായിരുന്നു ഏതൊക്കെ? ദർപ്പണം, കേരളപഞ്ചിക, മലയാളി. ദർപ്പണം, കേരളപഞ്ചിക, മലയാളി 3 പത്രങ്ങളുടെ പത്രാധിപരായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ദർപ്പണം, കേരളപഞ്ചിക, മലയാളി ഈ 3 പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാരി ഉൾപ്പെടെയുള്ളവയുടെ ഭരണത്തിലെ പോരായ്മകൾ അദ്ദേഹം തുറന്നു കാണിച്ച് തിരുവിതാംകൂറിൽ നിന്ന് പുറത്താക്കുന്നതിന് കാരണമായിത്തീർന്നു. ശരിയാണ്. ദിവാൻ സി രാജഗോപാലാചാരി ഉൾപ്പെടെയുള്ള അവരുടെ ഭരണത്തിലെ പോരായ്മകൾ തുറന്നു കാണിച്ചതിനാണ് അദ്ദേഹത്തിനെ തിരുവിതാംകൂറിൽ നിന്ന് പുറത്താക്കിയത്. 1916 ഏപ്രിൽ 26 അദ്ദേഹം മരണമടഞ്ഞത്. ശരിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മരണമടഞ്ഞത് ഡേറ്റ് ഓർത്തു വെക്കുക. 1916 ഏപ്രിൽ 26. 1916 ഏപ്രിൽ 26 അദ്ദേഹം എവിടെ വെച്ചാണ്? കണ്ണൂരിൽ വെച്ചാണ് മരണമടയുന്നത് കേട്ടോ. 1916 ഏപ്രിൽ 26 കണ്ണൂരിൽ വെച്ച്. 16-26 ഒരു ഡേറ്റ് നോക്കിയാൽ 16-26 ഏപ്രിൽ. സോ 1, 2, 3 ഇസ് ദ റൈറ്റ് ആൻസർ. 905 രാമകൃഷ്ണപിള്ളയെ ആറ്റിൽ നിന്ന് ശ്രീമൂലം പ്രജാസത്തയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തെറ്റാണ് കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ്. 4ാമത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1916 ഫെബ്രുവരിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയായിരുന്നു ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട പൊതുപരിപാടി. അപ്പം അത് ശരിയായ പ്രസ്താവനയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏത് സംഭവത്തിലാണ്? 1916 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു ഗാന്ധിജി ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഇനി 1918 അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ കൂലി 30% വർദ്ധിച്ചു കൊടുക്കണമെന്നും മില്ലുടമകൾ സമ്മതിച്ചു. ശരിയായ പ്രസ്താവനയാണ്. 1922 ചോരിചോര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. അതും ശരിയാണ്. 1930 മാർച്ച് 12 തിരഞ്ഞെടുക്കപ്പെട്ട 72 അനുയായികളോടൊപ്പം ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി യാത്ര തിരിച്ചു. അത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. തെറ്റാണ്. So 1, 2, 3 is the right answer. Okay. ഇന്ത്യയുടെ പ്രാചീന സംസ്കാരമായ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കേന്ദ്രങ്ങളും അതിപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതേ ശരിയായ ചേരുംപടിയാണ് നോക്കേണ്ടത്. ചോലിസ്ഥാൻ പാകിസ്ഥാനിലാണ്. ശരിയാണ്. ചോലിസ്ഥാൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ബനവാലി ഹരിയാനയിലാണ്. അതും ശരിയാണ്. ബനവാലി സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. ധോളവീര ഗുജറാത്തിലാണ്. അതും ശരിയാണ്. ധോളവീര ഗുജറാത്ത്. ഷോട്ട് ഗായി രാജസ്ഥാനിലല്ല കേട്ടോ. അത് തെറ്റാണ്. ഇപ്പോൾ ചോലിസ്ഥാൻ പാകിസ്ഥാൻ, ബനാവലി ഹരിയാന, ധോളവീര ഗുജറാത്ത്. അപ്പം 3 ശരിയാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. പ്രാചീന സംസ്കാരങ്ങളിൽ ഒന്നായ മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ. മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര നഗരമായിരുന്നു ഉറുക്ക്. ശരിയാണ് കേട്ടോ. മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര നഗരമായിരുന്നു ഉറുക്ക്. ഗിൽമേഷിൻ്റെ ഇതിഹാസം, അതായത് എപ്പിക് ഓഫ് ഗിൽമേഷ് എന്ന ഗ്രന്ഥം മെസപ്പൊട്ടോമിയക്കാർക്ക് അവരുടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. മെസപ്പൊട്ടോമിയയിലെ ഒരു രാജകീയ തലസ്ഥാനമായിരുന്നു മാരി. അത് ശരിയാണ്. മെസപ്പൊട്ടോമിയൻ എഴുത്തുരീതി ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്യൂണിഫോം എന്നറിയപ്പെടുന്ന എഴുത്തുരീതിയാണ് മെസപ്പൊട്ടോമിയ. അത് ശരിയാണ്.
സോ 3 പ്രസ്താവനയാണ് ശരി. മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര നഗരമായിരുന്നു ഉറുക്ക്. മെസപ്പൊട്ടോമിയയിലെ ഒരു രാജകീയ തലസ്ഥാനമായിരുന്നു മാരി. മെസപ്പൊട്ടോമിയൻ എഴുതിയിരുന്ന രീതിയാണ് ക്യൂണിഫോം. സോ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ. ചൈനീസ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. മാവോ സേതുങ്ങാണ് ചൈനയിൽ മഹത്തായ സാംസ്കാരിക വിപ്ലവം ആവിഷ്കരിച്ചത്. ശരിയായ പ്രസ്താവന. 1911 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനയിൽ ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു എന്നുള്ളത് തെറ്റാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺ യാറ്റ് സെന്നിൻ്റെ 3 തത്വങ്ങൾ. അത് ശരിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സൺ യാറ്റ് സെന്നിൻ്റെ 3 തത്വങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സൺ യാറ്റ് സെന്നിൻ്റെ ആശയങ്ങൾ കുമിങ്താങ് പാർട്ടിയുടെ ദർശനത്തിൻ്റെ അടിത്തറയായിരുന്നു. അതും ശരിയാണ്. ഈ സൺ യാറ്റ് സെന്നിൻ്റെ ആശയങ്ങൾ 3 ആശയങ്ങൾ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം ഇത് പാർട്ടി ഏതായിരുന്നു? കുമിങ്താങ് പാർട്ടിയുടെ ദർശനത്തിൻ്റെ അടിത്തറയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 3 പ്രസ്താവനകളാണ് ശരി. സോ 2, 3, 4 എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. അല്ല ഓക്കെ സോറി റൈറ്റ് ശരിയാണ്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സുഭാഷ് ചന്ദ്രബോസുമായിട്ടുള്ളത് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1932 കൽക്കട്ട മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണ്. 1932 സുഭാഷ് ചന്ദ്രബോസിനെ കൽക്കട്ടയിലെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗാന്ധിജിയുടെ നോമിനിയായി മത്സരിച്ച പട്ടാഭി സീതാരാമയ്യെ അദ്ദേഹം പരാജയപ്പെടുത്തു. അതും ശരിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സുപ്രീം കമാൻഡറായി അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തു. ശരിയാണ്. 1942 INA ഭടന്മാരെ കുറ്റവിചാരണ ചെയ്യുക. തെറ്റാണ് കേട്ടോ. സോ 1, 2, 3 എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ കണ്ടെത്തുക. ഈ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പറയുമ്പോഴേ ഒരു കാര്യം കൂടെ ഓർത്തോടെ പറഞ്ഞോടെ, ഈ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ആരാണത്? സുഭാഷ് ചന്ദ്രബോസ് ആട്ടോ. സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പറഞ്ഞപ്പോൾ ഓർത്തതാണ്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. ഓക്കെ. അടുത്ത നോക്കാം. അടുത്തത് പ്രസ്താവന ചോദ്യമാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആയിരുന്നു. ശരിയാണ്. നമുക്കറിയാം INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്. എന്നാൽ INCയുടെ വനിതയായ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? സരോജിനി നായിഡു ആണ് കേട്ടോ. സരോജിനി നായിഡു ഓർത്തിരിക്കുക. അബ്ദുൽ കലാം ആസാദാണ് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ്. ആണോടെ അബ്ദുൽ കലാം ആസാദാണോ? അല്ല, തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. രാജ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂറത്ത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. രാജ് ബിഹാരി ബോസ് സൂറത്ത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്. നിഷ്ക്രിയ പ്രതിരോധം പാസീവ് റെസിസ്റ്റൻസ് എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് അരവിന്ദ ഘോഷാണ്. അതും ശരിയാണ്. സോ 1, 3, 4 എന്നുള്ള പ്രസ്താവനയാണ് ശരിയായ. ഓക്കെ. അപ്പോൾ ഈ ഇവിടെ രാജ് ബിഹാരി ഘോഷിനെ പറ്റിയും അരവിന്ദ് ഘോഷിനെ പറ്റിയും ഒന്ന് ഓർത്ത് വെക്കുന്ന 2 പോയിന്റുകൾ. രാജ് ബിഹാരി ഘോഷ് സൂറത്ത് സമ്മേളനത്തിലാണ് INCയുടെ അധ്യക്ഷത വഹിക്കുന്നതും. പാസീവ് റെസിസ്റ്റൻസ് എന്ന ആശയം ആരുടെയാണ്? അരവിന്ദ് ഘോഷിൻ്റെയാണ്. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ചിലപ്പം പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ചോദ്യങ്ങളാണ്. ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് ബന്ധപ്പെട്ടതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം 6ാം വയസ്സിൽ പ്രൈമറി സ്കൂൾ തലത്തിൽ ആരംഭിക്കുന്നു. ബഹുവിഷയ
വിദ്യാഭ്യാസം ഒന്നിലധികം വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരവും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. 2 വർഷം വീതമുള്ള സെക്കൻഡറി, പ്രീ യൂണിവേഴ്സിറ്റി തലങ്ങൾ കൂടിച്ചേർന്ന് 4 വർഷത്തെ സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിന് രൂപം നൽകി. സ്കൂൾ തലത്തിലുള്ള പരീക്ഷകളാണ് നിർദ്ദേശിക്കുന്നത്. 10-12 ക്ലാസുകൾക്ക് മാത്രം ബോർഡ് പരീക്ഷ. സ്പെഷ്യലൈസേഷനും ഗവേഷണത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്ന ബിരുദാനന്തര കോഴ്സുകളുടെ കാലാവധി 1 വർഷമോ 2 വർഷമോ ആണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ബഹുവിഷയം വിദ്യാഭ്യാസവും ഒന്നിലധികം വിഷയങ്ങൾ പഠിപ്പിക്കുവാനുള്ള അവസരവും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. 2 വർഷം വീതമുള്ള സെക്കൻഡറി, പ്രീ യൂണിവേഴ്സിറ്റി തലങ്ങൾ കൂടിച്ചേർന്ന് 4 വർഷത്തെ സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിന് രൂപം നൽകി. സ്കൂൾ തലത്തിലുള്ള പരീക്ഷകളാണ് നിർദ്ദേശിക്കുന്നത്. 10-12 ക്ലാസുകളിൽ മാത്രം ബോർഡ് പരീക്ഷ. സ്പെഷ്യലൈസേഷനും ഗവേഷണത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്ന ബിരുദാനന്തര കോഴ്സുകളുടെ കാലാവധി 1 വർഷമോ 2 വർഷമോ ആണ്. അപ്പോൾ ഈ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു 20 ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ വീഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ലെങ്ത് ആയിപ്പോകുന്നു. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ഞാൻ നിർത്തുവാണ്. അടുത്ത 10 ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഈ ചോദ്യങ്ങൾ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.